അസ്സലാമലൈക്കും ഗൈസ്. ഇന്നൊരു ഹോസ്പിറ്റൽ വീഡിയോ ആണ്. ചെറിയ മോൻ ആദിക്ക് 2-3 ദിവസമായിട്ട് ചെവിയിൽ നിന്ന് നീരൊലിക്കുക, ചെപ്പി ഒലിക്കുക. അപ്പോൾ ചെപ്പിയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് ഈ പിന്നും കൊണ്ടും അതേപോലെ ഈ ബെഡ്സും കൊണ്ടും നല്ലോണം ക്ലീൻ ചെയ്ത് കണ്ട് കുട്ടികളെ ചെവിൻ്റെ ഉള്ളൊക്കെ നല്ല നേർന്നതല്ലേ. അങ്ങനെ ഈ ബെഡ്സും ഈ പിന്നും ഇട്ട് തിരിച്ച് ചെവിൻ്റെ ഉള്ളിലാകെ മുറി കഴിക്കാണ്ട് ആകെ തൊലിയൊക്കെ പോന്നിട്ട് ഇന്നലെയൊക്കെ ബ്ലഡ് വരിക, അതും ക്ലീൻ ചെയ്തപ്പോൾ ഇന്ന് നീരൊലിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കാട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ ചെവി നിന്ന് നോക്കുകയാണെങ്കിൽ ആകെ ഉള്ളു ഫുള്ള് മുറിയാണ്. ഫുള്ള് മുറി ഇങ്ങോട്ടായിട്ടേ ചെവിമ ഇന്ന് ക്ലീൻ ചെയ്യാനും അയക്കണില്ല. അപ്പോൾ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഷിഫ ജിദ്ദ പോളിക്ലിനിക്കൊക്കെ പോയത്. അവിടെ കുട്ടികളുടെ ഡോക്ടറും ഉണ്ട്, ജനറൽ ഡോക്ടറൊക്കെ ഉണ്ട്, മലയാളി ഡോക്ടർമാർ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ ചീട്ടൊക്കെ എടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് സാറ് 5 മണിക്കാണ് വരികയായിരുന്നു. ഞങ്ങൾ 4:45 പോയിരുന്നു. അങ്ങനെ 5:15 സാറ് വന്നത്. അതുവരെ അവിടെ ഇരുന്ന് സാറിനെ കണ്ട് മരുന്നൊക്കെ മേടിച്ച്. അപ്പോൾ സാറ് പ്രത്യേകം പറഞ്ഞത് എന്താ, ചെവിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് ബെഡ്സിട്ട് നല്ലോണം തോണ്ടിയിരിക്കണു, എന്തൊക്കെ ഇട്ടുകൊണ്ട് അതിൽ തിരിച്ചത് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയാം, ഇപ്പോഴത്തെ ആൾക്കാർ ചെവിയിൽ ഇന്നത് ഇടാനൊന്നുമില്ല, ചാവിയൊക്കെ ഇട്ടിട്ടാണ് ചെവി ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതെന്തൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഓനെന്നെ പറഞ്ഞു പിന്നിട്ടുകൊണ്ട് അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഇങ്ങനെ തോണ്ടിയെടുത്തിരുന്നു, അതേപോലെ ഈ ബഡ്സ് ഇട്ടുകൊണ്ട് തിരിച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യരുത് മോനെ, ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓനെ തന്നെ പറഞ്ഞ് പേടിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ മരുന്നും മേടിച്ച് തിരിച്ചു പോന്നു. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പിന്നും ബെഡ്സൊക്കെ കൂടുതലായിട്ട് എടുത്ത് ചെവിയിലിടുന്നത് ശ്രദ്ധിക്കുക, അതന്നെ പറയാനുള്ളത്. വേറെ എന്നിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടിൽ ദെൻ ബൈ.